ഈ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞില്ലേ, അതിനേക്കാളും സ്പീഡിലാണ് AI ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും AI മോഡൽസ് ആർ പ്രോൺ ടു ബിഗ് മിസ്റ്റേക്സ്. ഇപ്പം പല മിസ്റ്റേക്കുകളും വരുത്തുന്നുണ്ട്, അത് കാറ്റസ്ട്രോഫിക് ആയിട്ടുള്ള മിസ്റ്റേക്കുകളും വരെ വരുത്തുന്നുണ്ട്. ഇപ്പോൾ ഇന്റേൺഷിപ്പിനെ എല്ലാ കോളേജസും യൂണിവേഴ്സിറ്റീസും ഒക്കെ എൻകറേജ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറേ കമ്പനികൾ, ട്രെയിനിങ് കമ്പനികൾ, ഞങ്ങൾ ഇന്റേൺഷിപ്പ് ഓഫർ ചെയ്യാണെന്നുള്ള പേര് പറഞ്ഞിട്ട് അവർ ആക്ച്വലി ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ട്രെൻഡ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ സ്കില്ലിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ന്യായമായും വരുന്ന ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ആളുകളുടെ മനസ്സിലും വരുന്നൊരു ചോദ്യമാണ്, ഇപ്പോൾ AI എല്ലാത്തിനെയും ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു കാലമാണ് ഇനി ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ് എന്നുള്ള നിലക്ക് അയാൾ പിന്നീട് ഒരു ഫ്രഷ് ജോബ് സീക്കറായി മാറുമല്ലോ. അപ്പം അതുകൊണ്ട് AI-യുടെ ഈ വിപ്ലവം മുന്നിൽ കണ്ടുകൊണ്ട് ആളെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ് വരുന്ന ചോദ്യം. നമ്മളിപ്പോൾ ഈ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞില്ലേ, അതിനേക്കാളും സ്പീഡിലാണ് AI ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് AI കുറിച്ച് ഉണ്ടായിരുന്ന ഒരു ധാരണ ഈ പ്രാവശ്യത്തെ പോഡ്കാസ്റ്റിൽ കുറച്ചെങ്കിലും മാറിയിട്ടുണ്ട്. നമ്മളെങ്ങനെ അതിനെ നോക്കിക്കാണുന്നെങ്കിലും. അപ്പോൾ കാരണം അതിൻ്റെ പോസിബിലിറ്റീസ് എന്താണ് എന്നൊക്കെ ഉള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ട് നമ്മളത് അപ്ലൈ ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് കൊണ്ട്. അപ്പോൾ ആ പോസിബിലിറ്റിൻ്റെയും ലിമിറ്റേഷൻ്റെയും ഇടയിലാണല്ലോ നമ്മളതെങ്ങനെ അഫക്റ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യം വരുന്നത്. അപ്പോൾ ആ നിലക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ് AI ഇനി എങ്ങനെയാണ് ഒരു 5 കൊല്ലം കഴിഞ്ഞാലുള്ള ആളുകളെ ബാധിക്കുക എന്നിപ്പോൾ തന്നെ പറയുക എന്നുള്ളത്. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ച് ലോങ് ആയിട്ട് തന്നെ AI-നെ കുറിച്ച് നമ്മുടെ കഴിഞ്ഞ പോഡ്കാസ്റ്റ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ പോഡ്കാസ്റ്റ് കേൾക്കാത്ത ആളുകൾക്ക് ആ പോഡ്കാസ്റ്റ് കേൾക്കാവുന്നതാണ് ഈ വിഷയത്തിൽ. പക്ഷേ അത് പറയുമ്പോൾ തന്നെ AI എന്താ പറയുക, ഒരു സംക്ഷിപ്തമായിട്ട് പറയുകയാണെങ്കിൽ AI ഈസ് കമ്മിങ് അപ്പ്. എന്താ പറയുക, ആദ്യം റിപ്പീറ്റഡ് ടൈപ്പ് ജോബ് ആക്ടിവിറ്റികളെയാണ് റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ അങ്ങനെ മേലേക്ക് വന്ന് കുറെ കൂടി മേലെ ടയറുകളിലുള്ള ഇതിലേക്ക് വരികയാണ്. കുറെ കൂടി ഹ്യൂമൻ ബ്രെയിനിന്റെ ആക്ടിവിറ്റിയിലേക്ക് അടുത്തടുത്ത് വരികയാണ്. അല്ല, അതിലിപ്പോ എനിക്ക് തോന്നുന്ന ഒരു സ്റ്റുഡന്റിന്റെ മനസ്സിൽ എന്തായിരിക്കും എന്ന് ചിന്തിച്ചാലേ, ഇപ്പോൾ AI വന്നതുകൊണ്ട് പലതും ഇനി AI ചെയ്യുമല്ലോ, അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ പഠിക്കണോ എന്നുള്ള, ഇപ്പോൾ പണ്ട് ഗൂഗിൾ സെർച്ച് ഉള്ളത് കൊണ്ട് ഇനിയിപ്പോൾ എല്ലാം ഇപ്പോൾ ഞാൻ എന്തിനാ അതൊക്കെ കാണാപ്പാടം പഠിക്കണത്, അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുമല്ലോ എന്നുള്ളത് പോലെ ഇനി ഞാൻ എന്തിനാ ഇപ്പോൾ പല പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ അത് AI-യോട് ചോദിച്ചാൽ കിട്ടും. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇനി ഞാനധികം അധികം ബുദ്ധി ചെലവഴിക്കേണ്ടതില്ല, അല്ലെങ്കിൽ അതിലും അധികം ഹാർഡ് വർക്ക് ചെയ്യേണ്ടതില്ല, ഒക്കെ ഇനി AI ഉത്തരം അങ്ങനെയാണോ അതിനെ കാണേണ്ടത്? അതാണ് അങ്ങനെയല്ല, ഉറപ്പാണ്. കാരണം അത് നമ്മൾ ഡംബാവാനുള്ള ഒരു ആദ്യപടി, ആ ചിന്ത തന്നെ നമ്മൾ സ്വയം ഡംബാവുന്നതിലേക്കാണല്ലോ നയിക്കുക. കാരണം നമ്മളൊരു വ്യക്തി എന്നുള്ള നിലക്കും ഒരു വ്യക്തി എന്നുള്ള നിലക്കും ഒരു എഞ്ചിനീയർ എന്നുള്ള നിലക്കും ഒക്കെ നമ്മുടെ ലേണിങ്ങുകൾ, നമ്മളിങ്ങനെ പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഷേപ്പ് ചെയ്യണത്. പക്ഷെ അത് ഇപ്പൊ AI അസിസ്റ്റൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് ആളോട് ചോദിച്ചാൽ ആള് ഒരു കുഴക്കണ ചോദ്യമാണ്. എന്നാലും പിന്നെ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് ബേസിക്കലി അസിസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കണം. നമ്മളെ റീപ്ലേസ് ചെയ്യുന്ന ആളായിട്ട് AI ഉപയോഗിക്കണതിൽ അർത്ഥമല്ലല്ലോ. കാരണം അസിസ്റ്റന്റിനെ എപ്പോഴും അസിസ്റ്റന്റ് ആയിട്ടാണല്ലോ. എന്നാൽ അസിസ്റ്റന്റിനോട് നമ്മളെ പണിയെടുത്ത് ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏൽപ്പിച്ച് പോകാൻ പറ്റിയ സംഗതിയല്ല. കാരണം ഇപ്പോഴും AI മോഡൽസ് ആർ പ്രോൺ ടു ബിഗ് മിസ്റ്റേക്സ്. ഇപ്പം പല മിസ്റ്റേക്കുകളും വരുത്തുന്നുണ്ട്, അത് കാറ്റസ്ട്രോഫിക് ആയിട്ടുള്ള മിസ്റ്റേക്കുകളും വരെ വരുത്തുന്നുണ്ട്. മനുഷ്യന്മാർ വരുത്തും, അത് വേറെ കാര്യം. പക്ഷെ കംപ്ലീറ്റ്ലി നമുക്ക് എങ്ങനെ AI ടെക്നോളജീനെ ഉപയോഗിച്ച് കാര്യങ്ങൾ ഫാസ്റ്റായിട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയുക, പരമാവധി നമുക്ക് സ്പീഡ് കൂട്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്രയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യകത ഈ ലോകത്ത് ഉണ്ടാവുന്നതാണ്. അല്ല, അതിൽ എനിക്ക് തോന്നിയാൽ നമ്മൾ കഴിഞ്ഞ പോഡ്കാസ്റ്റ് കണ്ടാൽ വിശദമായി പറയും, അതിൽ നിന്ന് മനസ്സിലാവും. നമ്മളതിൽ പറഞ്ഞിരുന്നത് ഫണ്ടമെന്റൽസ് ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം AI വെച്ച് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് സ്റ്റിൽ യു നീഡ് ടു നോ ദ ഫണ്ടമെന്റൽസ്. എനിക്ക് പിന്നീട് അതിന്റെ കോണ്ടെക്സ്റ്റ് അറിയണം. അപ്പോൾ എനിക്ക് അതിന് ശേഷം തോന്നിയൊരു കാര്യം, ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള AI-നെ തന്നെ നമുക്ക് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാമെന്ന്
അതറിയണമെങ്കിൽ വീണ്ടും യു നീഡ് ടു നോ ദ ഫണ്ടമെന്റൽസ്. ഇപ്പോൾ ഇപ്പോൾ ചൈന അവരുടെ സ്വന്തം ഇപ്പോൾ ChatGPT വന്നതുകൊണ്ട് എന്നാൽ പിന്നെ ഞങ്ങളെല്ലാവരും ChatGPT ഉപയോഗിക്കാം എന്നല്ലല്ലോ പറഞ്ഞത്. അവർ വേറെ അവരുടെ സ്വന്തം ആയിട്ടൊരു മോഡലും ഒക്കെ ഉണ്ടാക്കി. സത്യത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇനി ഭാവിയിലും വരാമല്ലോ. അപ്പൊ ഇന്ത്യക്ക് സ്വന്തമായി ഒരു AI മോഡൽ വേണം എന്ന് പറഞ്ഞാൽ നമ്മളെ പോലുള്ള ഇന്ത്യക്കാർ തന്നെ അത് ബിൽഡ് ചെയ്യേണ്ട അവസ്ഥ വരും. ഇപ്പൊ ഈ ജിയോ പൊളിറ്റിക്കൽ ഇതൊക്കെ നോക്കുമ്പോൾ. അപ്പൊ നമ്മള് അല്ലെങ്കിൽ ഉള്ള AI മോഡൽസിനെ എങ്ങനെ നന്നാക്കാം അതിന് ഉപയോഗിച്ചുകൊണ്ട് ആ ടെക്നോളജി അറിയുന്ന ആളുകൾക്ക്. അപ്പൊ ആ നിലക്ക് അപ്പൊ യു സ്റ്റിൽ നീഡ് ടു നോ ദ ഫണ്ടമെന്റൽസ്. അതിപ്പോ ചിലപ്പോ അങ്ങനെ ചിന്തിക്കാ അതൊക്കെ കുറച്ച് ആൾക്കാർ ചെയ്തോളൂന്ന് അങ്ങനെ ചിന്ത വരും. കാരണം അപ്പോ അവിടെ മാത്രമല്ല അത് അങ്ങനത്തെ ആൾക്കാർ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്സിലേക്കൊക്കെ പോകേണ്ടി വരും. അല്ലാതെ നമ്മള് പിന്നെ ജനറൽ ആയിട്ടുള്ള ആൾക്കാരും എന്ത് ചെയ്യണം, ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച സ്കിൽസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞല്ലോ, സ്കിൽസ് അക്വയർ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആ സ്കിൽസ് നേടാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന്? അതെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് കുറച്ച് സ്കിൽസിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ അനലിറ്റിക്കൽ സ്കിൽസ്, ലോജിക്കൽ റീസണിങ്, അതുപോലെ ലീഡർഷിപ്പ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഓർഗനൈസിങ് സ്കിൽസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഇപ്പോൾ സോഫ്റ്റ് സ്കിൽസ് എന്നൊക്കെ പറയാവുന്ന കൂട്ടത്. അതായത് നമ്മൾ പഠിക്കുന്ന അക്കാഡമിക്സിന് പുറമേയുള്ള കാര്യങ്ങളായി പറഞ്ഞത്. അത് നേടാൻ സത്യത്തിൽ ഒരു എഞ്ചിനീയറിങ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു 4 കൊല്ലം അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞ ഒരു മിനിമം ഒരു 3 കൊല്ലമൊക്കെ ഇനിയും 3-4 കൊല്ലം ആളുടെ കയ്യിലുണ്ട്. ഈ സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ സ്കിൽസ് നേടിയെടുക്കാൻ കഴിയും. ഒന്ന്, അനലിറ്റിക്കൽ സ്കിൽസ് നേടിയെടുക്കാൻ നമുക്ക് നമ്മുടെ അക്കാഡമിക്സിൽ പഠിക്കുന്ന മാത്തമാറ്റിക്സ് ഒന്നും അല്ലാതെ തന്നെ കുറച്ചും കൂടെ ഫണ്ണായിട്ട്, അത് നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാത്തമാറ്റിക്സും ലോജിക്കൽ റീസണിങ്ങും ഒക്കെ നന്നാവാൻ നമുക്ക് പസിൽസ് സോൾവ് ചെയ്യുന്ന ഒരു ഇത് ചെയ്യാം. അപ്പോൾ ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഈ പസിൽസ് സോൾവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനും ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒരു 4 പേര് കുറച്ച് ബാക്ക് ബെഞ്ചേഴ്സ് പലപ്പോഴും ക്ലാസ്സിലിരുന്നിട്ട് തന്നെ ഇങ്ങനെ ആരെങ്കിലും ഒരാൾ ഒരു പസിൽ കൊണ്ടുവരും, അത് സോൾവ് ചെയ്യുക, അങ്ങനെയായിരുന്നു. അത് പിന്നീട് 4 കൊല്ലം കഴിഞ്ഞ് നമ്മുടെ കോളേജിലൊരു ക്യാമ്പസ് ഇൻ്റർവ്യൂ വന്നപ്പോൾ TCSൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ അതിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല ചില കാരണങ്ങൾ കൊണ്ട്. പക്ഷേ എൻ്റെ ഒപ്പം ഇരുന്ന് എൻ്റെ ബാക്ക് ബെഞ്ചിലിരുന്ന് ഇത് പസിൽസ് സോൾവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പുള്ളി അതിൽ പാസ്സായി. ഈ ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ ക്ലിയർ ചെയ്ത് ആൾക്ക് ജോലി കിട്ടി. അന്ന് ആൾ വന്നിട്ട് ഞങ്ങളോട് വന്നിട്ട് പറയടാ, നമ്മളന്ന് ആ പസിൽ സോൾവ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് കാരണം ഇതിൽ കിട്ടിയത് എന്ന് അന്ന് പറഞ്ഞ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ അത് ഒരു കാരണം എന്താന്ന് വെച്ചാൽ അതിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇതിന്റെ നല്ലൊരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഫ്രഷേഴ്സിന് പലപ്പോഴും ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാവാറില്ല. നല്ല ആപ്റ്റിറ്റ്യൂഡും നല്ല കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ കുറേ കമ്പനികൾ അങ്ങനെ തന്നെ ജോലി കിട്ടും. കാരണം അവരെ പിന്നെ ട്രെയിൻ ചെയ്തെടുക്കാൻ അവർക്ക് പഠിക്കാൻ പറ്റും എന്നുള്ള. അതിൽ വേറൊരു കാരണം, അവർ ഈവൻ എൻജിനീയറിങ് ജോബിലേക്ക് പോകുമ്പോൾ നല്ലൊരു ശതമാനം എൻജിനീയറിങ്ങിലെ ഒരു നല്ലൊരു ശതമാനം സമയം നമ്മൾ ചെലവഴിക്കുന്നത് പ്രോബ്ലം സോൾവിങ്ങിലാണ്. നമ്മൾ പല കാര്യങ്ങൾ ക്രിയേറ്റീവായിട്ട് ചെയ്യും, ബിൽഡ് ചെയ്യും, ഒക്കെ ചെയ്യും. പക്ഷെ എവറി സ്റ്റെപ്പ് നമ്മളതിൽ ഓരോ ഫേസിലും ദർ വിൽ ബി കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോഴും കുറേ ഇൻ്റഗ്രേഷൻസ് വരും, അതിലുള്ള മിസ്മാച്ചസ് വരും, പ്രോബ്ലംസ് വരും. അപ്പോൾ പ്രോബ്ലം സോൾവിങ് സ്കില്ലില്ലാതെ ഒരു എൻജിനീയറിംഗ് ജോബ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. നമുക്ക് ഏത് പ്രൊജക്റ്റ് ആയാലും, ഏത് പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്താലും, ഏത് ഫംഗ്ഷൻ ആയാലും പ്രോബ്ലം സോൾവിങ്. അപ്പോൾ ആ പ്രോബ്ലം സോൾവിങ്ങിനുള്ള അതിൻ്റെ ഒരു ആപ്റ്റിറ്റ്യൂഡാണ് സത്യത്തിൽ നമ്മൾ ഈ പസിൽസും ഒക്കെ ചെയ്യുമ്പോൾ അതിൽ വരുന്നത്. ഒന്ന്, പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യാനുള്ള, അത് തലയിലിട്ടിട്ട് വർക്ക് ചെയ്യിക്കാനുള്ള ഒരു ഇത്. പിന്നെ ഓർഗനൈസ്ഡ് ആയിട്ട് അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ്. പിന്നെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിനെ അങ്ങനെ പെർസിവിയർ ചെയ്യാനുള്ള, അതിലെങ്ങനെ സ്റ്റേ ചെയ്ത് അത് സോൾവ് ആകുന്നത് വരെ നിൽക്കാനുള്ള ക്ഷമ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കമ്പനികൾ, ഇപ്പോൾ TCSന് പറഞ്ഞതുപോലെ വേറെയും ഒരുപാട് കമ്പനികൾ അവരുടെ ആപ്റ്റിറ്റ്യൂഡ് എല്ലാവരും ചെക്ക് ചെയ്യാറുണ്ട്. ഈവൻ ടെക്നിക്കൽ നോക്കുന്ന കമ്പനികളും ആപ്റ്റിറ്റ്യൂഡ് വിൽ ബി വൺ ഓഫ് ദ ക്വാളിഫയിങ് തിങ്. അപ്പോൾ ആ നിലക്ക് ജോബിന് വേണ്ടിയും അല്ലാതെയും ഫോർ എഞ്ചിനീയറിംഗിൽ എക്സൽ ചെയ്യാൻ, ആപ്റ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ പസിൽസ് സോൾവ് ചെയ്ത് തുടങ്ങാം. ഒരുപാട് ഓൺലൈനിൽ ലോജിക്കൽ റീസണിങ് സെർച്ച് ചെയ്താൽ തന്നെ ധാരാളം
ടെസ്റ്റ് പേപ്പേഴ്സ് കിട്ടും. സത്യത്തിൽ ഈ PSC ടെസ്റ്റിലൊക്കെ പല ഗവൺമെൻറ് ജോബ്സിനൊക്കെ ഉള്ള ടെസ്റ്റിൽ ഈ ഇത് കാണാം, ലോജിക്കൽ റീസണിങ്സ് കാണാം, പാറ്റേൺ മാച്ചിങ് പോലുള്ള കാര്യങ്ങൾ. അതൊക്കെ അപ്പോൾ ഞാൻ എന്തുകൊണ്ടത് പറയുന്നതെന്ന് വെച്ചാൽ അതൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ. അങ്ങനെ ഡ്രൈ ആയിട്ട് ഇങ്ങനെ മാത്തമാറ്റിക്സിൽ ഇൻ്റഗ്രേഷനും ഡിഫറൻഷിയേഷനും പഠിക്കുന്ന പോലെയല്ല, കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. അതാണ് ഒരു മെത്തേഡ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലീഡർഷിപ്പ് സ്കിൽസിനും കമ്മ്യൂണിക്കേഷനും ഒക്കെ നന്നായിട്ട് ഈ അസോസിയേഷൻസിലും ക്ലബ്ബുകളിലും അങ്ങനെ ഓർഗനൈസിങ് ടീമിൻ്റെ ഭാഗമാവുക എന്നുള്ളത് ആണ്. ദാറ്റ്സ് വൺ ഓഫ് ദി ഈസിയസ്റ്റ്. ഇപ്പോൾ ഇപ്പോൾ പല കോളേജസിലും അങ്ങനെ ഓരോ ക്ലബിൻ്റെ പാർട്ടാവുന്നതിന് പോയിന്റ്സ് ഒക്കെ അതിനെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ കരിക്കുലത്തിൽ തന്നെ യു പാർട്ട് ഓഫ് സം കൈൻഡ് ഓഫ് ഒരു ക്ലബ് ഓർ ഓർഗനൈസേഷൻ. നമുക്ക് പറ്റിയ ഒരു ഓർഗനൈസേഷനും ക്ലബും കോളേജിൽ ഇല്ലെങ്കിൽ ബെറ്റർ ക്രിയേറ്റ് സംതിങ് ഓൺ യുവർ ഓൺ. ഒരു ക്ലബ്ബ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഭാഗമായി അതിനെ സംഹൗ മേ ബി ഫുൾ ടൈം അതിൻ്റെ ഓർഗനൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അതിൻ്റെ മീറ്റിങ്ങിൽ പങ്കെടുക്കുക, പാർട്ട് ഓഫ് ദാറ്റ് പ്ലാനിങ് ടീം എന്നുള്ളതാണ് ബാക്കിയുള്ള സ്കിൽസ് പറ്റിയ ഒരു പോയിന്റ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്കിൽസ് ഈ ഒരു 3-4 വർഷം നന്നായി ഉപയോഗപ്പെടുത്താൻ കഴിയും. പിന്നെ അതിൽ മറ്റൊരു കാര്യം ചെയ്യാവുന്നത് നമുക്ക് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിനെക്കുറിച്ച് എന്താണ് ജാസറിന്? ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നത് നമ്മളൊന്ന് പഠിക്കുന്ന കാലത്ത് ഒന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇന്റേൺഷിപ്പിനൊന്നും പോകാനൊന്നുള്ള അങ്ങനെ വലിയ എൻകറേജ്മെന്റ് ഒന്നുമില്ല. വല്ല ഇൻഡസ്ട്രിയൽ വിസിറ്റ് ഒക്കെ ഉണ്ടാവും, IV എന്നൊക്കെ പറഞ്ഞ പോലെ ടൂർ പോകണതിന്റെ ഭാഗമായിട്ട് പോണ വഴി ഒന്ന് കയറി ഇറങ്ങണ സംവിധാനമൊക്കെ ഉള്ളായിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലായിട്ട് ഒരു അവസരം ഉണ്ടായത്, ഞങ്ങൾ ഏത് സെമസ്റ്റർ 5th സെമസ്റ്ററോ മറ്റോ പഠിക്കുന്ന സമയത്ത് ഒരു വെക്കേഷനിൽ ഞങ്ങൾ KSEBിൻ്റെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ ഒരു 5 ദിവസത്തെ ഒരു ഇന്റേൺഷിപ്പ് ചെയ്തു. അപ്പോൾ 5 ഒരു വെക്കേഷൻ സമയത്താണ്. അപ്പോൾ കോളേജിൽ പോകുന്ന ദിവസങ്ങളിൽ അതിന് അവസരമില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ ഇടുക്കി ഭാഗത്തുള്ള ഒരു സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിൽ മലങ്കര SHEPയിൽ പോയി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര അനുഭവമായിരുന്നു. കാരണം നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്ന് പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന ചിത്രങ്ങൾ, അതിൻ്റെയൊക്കെ റിയൽ സൈസ്. അപ്പോൾ ഒരു ടർബൈൻ എന്ന് പറയുമ്പോൾ എത്ര വലിപ്പമുണ്ടാവും, ഒരു കപ്ലാൻ ടർബൈനിൻ്റെ വലിപ്പം എത്ര. പിന്നെ അത് പുസ്തകത്തിൽ നമ്മളൊരു ഹാഫ് പേജിൽ അതിൻ്റെ ഫുള്ള് ഡാം തൊട്ട് പെൻ സ്റ്റോക്ക് വരച്ചിട്ട് കംപ്ലീറ്റ് ടർബൈനും പിന്നെ അങ്ങനെ സബ്സ്റ്റേഷനിക്ക് പോകണമൊക്കെ അതിൽ കാണാം. പക്ഷേ നമ്മൾ റിയൽ ഇതിൽ നോക്കുമ്പം പെൻ സ്റ്റോക്ക് വരുന്നത് എവിടുന്നാണ്. അപ്പം അതിൻ്റെ ഒക്കെ ഒരു സ്കെയില് മനസ്സിലാവും എന്നുള്ളത് തന്നെ ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. ഇതൊരു സ്മോൾ ഹൈഡ്രോ എന്ന് മനസ്സിലാക്കണം. ലാർജ് ഹൈഡ്രോ പിന്നെ ജോലി ചെയ്യാൻ തുടങ്ങിയ ശേഷം കണ്ടപ്പോഴാണ് അതിൻ്റെ ഒരു ഇത് മനസ്സിലായത്. അപ്പോൾ ഒന്നാം സ്കെയില് മനസ്സിലാക്കുക. 2 പിന്നെ അവിടെ തന്നെ ഉള്ള ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിലെ എന്താ പറയുക കൺട്രോൾ സിസ്റ്റം അന്ന് ആദ്യമായിട്ട് കാണുക. അപ്പോൾ ഒരു PLC ബേസ്ഡ് കൺട്രോൾ സിസ്റ്റം ഉണ്ട്. അപ്പോൾ PLC എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ലാബിൽ ഇങ്ങനെ ഒരു PLC ഉണ്ട്. ആ സംഗതി നേരിട്ട് അവിടെ PLCയുടെ കൺട്രോൾ പാനലൊക്കെ കാണാം. അങ്ങനെയാണ് ആക്ച്വലി എനിക്ക് ഈ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഇങ്ങനെ ഉണ്ട് എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. പിന്നീട് ഒരു ഓട്ടോമേഷനായിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങിൻ്റെ ഒരു നോട്ടീസ് ബോർഡിലൊരു ഇത് കണ്ടു, ഒരു കമ്പനിയുടെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ ഇത് രണ്ടും കോറിലേറ്റ് ചെയ്ത് ഞാൻ ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ വേറൊരു വെക്കേഷനിൽ പോയത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓട്ടോമേഷൻ ഫീൽഡിലേക്ക് വരുന്നത് ആക്ച്വലി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇന്റേൺഷിപ്സിന് നമുക്ക് തരാൻ പറ്റുന്ന ഒരു സംഗതി ഒരു ഡോർ ഓപ്പണിംഗ് ആണ്. നമ്മൾ എന്ത് ചെയ്യും എന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു 5th സെമസ്റ്ററൊക്കെ ആകുമ്പോൾ അന്നത്തെ കാലത്ത്, ഇന്നിപ്പോൾ കുറേ കൂടി എക്സ്പോഷർ കൂടിയോണ്ട് എനിക്കറിയില്ല, നമ്മൾ പഠിക്കുന്ന കാലത്ത് യൂട്യൂബ് ഒന്നും ഇല്ലാത്ത കാലത്ത് ശരിക്കും കോളേജ് കഴിഞ്ഞ് എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് വളരെ ബ്ലാങ്കാണ്. ഒരു കൃത്യമായിട്ടൊന്നും അറിയില്ല. ഓരോ ക്യാമ്പസ് ഇൻ്റർവ്യൂസ് വൺ റൂട്ട്, അത് കിട്ടിയില്ലെങ്കിൽ എന്ത് എന്നുള്ളതും ഒന്നും അറിയില്ല. പിന്നെ വളരെ നമുക്കുള്ള കോണ്ടാക്ട് വഴിയൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇതൊക്കെയാണ് എനിക്ക് ഇന്റേൺഷിപ്പായിട്ട് ബന്ധപ്പെട്ട് തോന്നിയ കാര്യങ്ങൾ. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇന്റേൺഷിപ്പായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് അതിൽ ഇപ്പോൾ എന്താന്ന് വെച്ചാൽ ജാസിർ പറഞ്ഞതുപോലെ ഇപ്പം ഞാൻ
അപ്പോൾ ജാസിർ ഇന്റേൺഷിപ്പ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമായിരുന്നു. കാരണം ഞാൻ പഠിക്കുന്ന കാലത്ത് ഇന്റേൺഷിപ്പ് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അന്ന് പ്രൊജക്റ്റൊക്കെയാണ് വലിയ കാര്യം. അപ്പോൾ ആ പ്രൊജക്റ്റ് തന്നെ വേറെ കമ്പനിയിലൊക്കെ പോയിട്ട് ചെയ്യുന്ന ഇതൊക്കെ ഉണ്ട്. അന്നത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഏതെങ്കിലും കമ്പനിയിൽ പോയി ചെയ്യണം. പക്ഷെ ഇന്റേൺഷിപ്പ് ഞാൻ കേട്ടിട്ട് പോലുമില്ല. പക്ഷെ ഇപ്പോൾ കോളേജ് ഈവൻ സിലബസിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ഫൈനൽ ഇപ്പോൾ KTUലൊക്കെ ഫൈനൽ സെമസ്റ്റർ കംപ്ലീറ്റ്ലി വേണമെങ്കിൽ ഇന്റേൺഷിപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യേണ്ട, എക്സാംസും എഴുതണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു പെയ്ഡ് ഇന്റേൺഷിപ്പ് ആയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. ഒരു റെപ്യൂട്ടഡ് കമ്പനിയിലുള്ള പെയ്ഡ്. ഇപ്പോൾ കോൺസിസ്റ്റിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു പല ആളുകൾ 2-3 പേരെ നമ്മൾ അങ്ങനെ ചെയ്തിരുന്നു. അവർ ഇവിടെ വന്നിട്ട് അവരുടെ അക്കാഡമിക്സിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്റേൺഷിപ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതിപ്പോൾ നന്നായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വളരെ, കാരണം ഇപ്പോൾ ഈ പല എക്സ്പോഷർ കിട്ടാനും പിന്നെ ആക്ച്വലി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ കുറേ ഒരു റിയൽ പിക്ചർ കിട്ടുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറേ ലേൺ ചെയ്യാനുണ്ട്. നമ്മൾ ഒരു സ്കില്ല്, വെറുതെ ഒരു സ്കില്ല് എടുക്കുന്നത് പോലെ അല്ല അവിടെ നമ്മൾ കമ്പനിയിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവരുടെ എക്സ്പെക്റ്റേഷൻ എന്താണ്, അവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ അത് വളരെ നല്ലതാണ്. പിന്നെ അതിലൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നിയത്, ഇപ്പോൾ ഇന്റേൺഷിപ്പിന് എല്ലാ കോളേജസും യൂണിവേഴ്സിറ്റീസൊക്കെ എൻകറേജ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറേ കമ്പനികൾ, ട്രെയിനിങ് കമ്പനികൾ, അവർ ഞങ്ങൾ ഇന്റേൺഷിപ്പ് ഓഫർ ചെയ്യാണെന്നുള്ള പേര് പറഞ്ഞിട്ട് അവർ ആക്ച്വലി ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ട്രെൻഡ്, ഒരു സംഭവം ഇന്റേൺഷിപ്പിനെ പ്രൊഡക്റ്റൈസ് ചെയ്തു. അവരതിനെ പ്രൊഡക്റ്റൈസ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ സമയത്തൊക്കെ 1 month ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾ അവിടെ അതിൽ ചേരും. അതിനൊരു ഫീസും അവർ ഈടാക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ ഇന്റേൺഷിപ്പ്. ഇന്റേൺഷിപ്പ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു എന്താ പറയുക, ഫങ്ഷണൽ ആയ ഒരു കമ്പനിയിൽ യു ഹാവ് ടു ബി റിയൽ വേൾഡ് എന്തെങ്കിലും, യു ഹാവ് ടു ബി പാർട്ട് ഓഫ് എ പ്രൊജക്ട് ഓർ സം കൈൻഡ് ഓഫ് എ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് എന്തെങ്കിലും വേണ്ടേ. അതിൻ്റെ ഒരു ചെറിയ ഭാഗമായാൽ പോലും, അതൊരു റിയൽ പ്രൊജക്ടിന്റെ ചെറിയ ഭാഗമായാലും പോലും അതിന് ഭയങ്കര വാല്യൂ ഉണ്ട്. ഇത് നേരെ പോയിട്ട് വെറും ട്രെയിനിങ് പോയിട്ട് അവരുടെ ക്ലാസ് റൂം സെഷൻസും കുറച്ചൊക്കെ എന്തെങ്കിലും പ്രാക്ടിക്കൽസൊക്കെ ചെയ്യുന്ന 100% ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നല്ല റെപ്യൂട്ടഡ് ആയ പല കോളേജസിലും ഇന്റേൺഷിപ്പ് എന്നുള്ള, അപ്പോൾ അവർ ജസ്റ്റ് ട്രെയിനിങ് എന്നുള്ളതിന് പേര് മാറ്റിയിട്ട് ഇന്റേൺഷിപ്പ് എന്നങ്ങ് ആക്കി. ദാറ്റ്സ് നോട്ട്, അത് അങ്ങനെ പോയിട്ട് ചെയ്യുന്നത് ഇന്റേൺഷിപ്പ് എന്നുള്ള പേര് കിട്ടി, ചിലപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുമായിരിക്കും, ചിലപ്പോൾ നമുക്ക് അതിനുള്ള പോയിന്റ്സ് കോളേജിൽ നിന്ന് കിട്ടുമായിരിക്കും. പക്ഷേ അത് വാല്യുബിൾ അല്ല. അത് ട്രെയിനിങ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നത് വേറെ തന്നെ ചെയ്യുന്നതാണ്. പക്ഷെ അത് ഇന്റേൺഷിപ്പ് നോട്ട് എ റിയൽ ഇന്റേൺഷിപ്പ്. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരുപാട് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് അത് ഇവർക്കൊക്കെ റിയൽ കമ്പനികളിൽ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ജോബ് കിട്ടുന്ന പോലെ തന്നെ കോമ്പറ്റീറ്റീവ് ആണ്. അതും ശരിയാണ്. അപ്പൊ കുറെ ആൾക്കാർ ബാക്കിയാവും. അപ്പൊ അങ്ങനത്തെ ആളുകൾക്ക് ഒരു സൊല്യൂഷൻ എന്നുള്ള നിലക്കാണ് ബിസിനസ് ആയിരിക്കാം തുടങ്ങിയത്. പക്ഷെ ഇത് വേർതിരിച്ച് മനസ്സിലായിട്ടില്ലെങ്കിൽ അല്ലാതെ കിട്ടാൻ പൊട്ടൻഷ്യൽ ഉള്ള ആളുകൾ ചിലപ്പോ ഈ ഹേർഡ് മെന്റാലിറ്റിയിൽ. അതെ, അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നത് ഇത് എന്താണെന്നൊന്ന് ഒന്നും കൂടെ ഒന്ന് ഡീപ്പായിട്ട്, വെറുതെ ഒരു നല്ല പേരും വല്ല ടെക് എന്നൊക്കെ ഉള്ള പേര് വെച്ചിട്ട് നേരെ ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് പോകണ്ട. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം ഇവിടെ ഒന്നും കൂടി ഐറ്ററേറ്റ് ചെയ്യാം. പലപ്പോഴും ഇന്റേൺഷിപ്പിന് വരുന്ന കുട്ടികൾ വെറും ടെക്നിക്കൽ കാര്യങ്ങൾ ചോദിച്ചാൽ വരിക. അപ്പൊ ഈ ടെക്നിക്കൽ കാര്യങ്ങൾ എന്തെങ്കിലും പ്രൊജക്ടിന്റെ ഭാഗമാവല് മാത്രമൊക്കെയാണ് അവരുടെ എക്സ്പെക്ടേഷൻ. ശരിക്കും അവര് നമുക്ക് തരുന്ന CV-യിൽ ഒരു ഇന്റേൺഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ അവര് ഫൈനൽ ഇയർ ആകുമ്പോഴേക്ക് 4 കൊല്ലം കഴിയുമല്ലോ, അപ്പോഴേക്കും ഫൈനൽ ഇയർ ആകുമ്പോഴേക്ക് അവരുടെ സ്വയം കഴിവ് കണ്ടെത്തുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെയൊക്കെ കണ്ടെത്തി കൃത്യമായി ഞാൻ ഇന്ന കാര്യങ്ങൾ എപ്പോഴും ഈ നമ്മൾ ചോദിക്കുന്ന, നമ്മളിപ്പോൾ ഇന്റേൺഷിപ്പിനൊരു അവസരം ചോദിക്കണല്ലോ, ഓപ്പർച്യൂണിറ്റി നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടോ അത്രത്തോളം നമ്മളെ ചാൻസ് കൂടും കിട്ടാനുള്ള. എനിക്ക് അങ്ങനെ എപ്പോഴും തോന്നും. ഇപ്പം നമ്മളോട് ഒരാൾ ചോദിക്കുമ്പോൾ വെറുതെ ഒരു ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി തരുമോ എന്ന് ചോദിക്കുന്നതും, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്, ഇന്ന പ്രോജക്റ്റുകളൊക്കെയാണ് ചെയ്തത്, ഇതാണ് ഇൻട്രസ്റ്റ് ഏരിയ, ഈ സംഗതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഓഫറിങ് ഉണ്ടെങ്കിൽ അതിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവിടെ എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ ദർ ഇസ് എ ക്ലാരിറ്റി.
അത് അപ്പോൾ ചിലപ്പോൾ നമ്മൾ നല്ലൊരു ഓർഗനൈസറും ഇതൊക്കെ ഉള്ള ആളാണ്. ഞാൻ അങ്ങനെ ഓർഗനൈസറും ഇതൊക്കെ ആയിരുന്നു. നിങ്ങളുടെ ഏതെങ്കിലും പ്രൊജക്ട് കോർഡിനേഷൻ റോളിൽ എനിക്ക് ഒരു അവസരം തരുമോ എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ ഞാൻ ഇന്ന ടെക്നോളജി അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള സ്കിൽസ് അക്വയർ ചെയ്തിട്ടുണ്ട്, ആ സംഗതിയിൽ നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടെങ്കിൽ, അപ്പോൾ വളരെ ക്വസ്റ്റ്യൻ തന്നെ വളരെ സ്പെസിഫിക് ആണെങ്കിൽ കിട്ടാനുള്ള ചാൻസും ഒരു കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് പോകാനുള്ള ചാൻസ്. അല്ല, അത് മാത്രമല്ല, ഇപ്പോൾ കമ്പനികൾ, ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഈ കുട്ടികൾ പഠിക്കുന്ന കോളേജസിൻ്റെ അലുമിനീസ് ഒക്കെ വർക്ക് ചെയ്യുന്ന കമ്പനികളിലൊക്കെ അപ്ലൈ ചെയ്താൽ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് നമ്മൾ അപ്ലൈ ചെയ്താൽ ഇന്റേൺഷിപ്പ് കിട്ടാം. അപ്പോൾ നല്ല ചാൻസ് ഉണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പം 2 ടൈപ്പ് കുട്ടികൾ ഇപ്പോൾ കോൺസിസ്റ്റിൽ തന്നെ ഇന്റേൺഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ 2 ടൈപ്പ് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്ന്, അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് എന്തെങ്കിലും ട്രെയിനിങ് ഒക്കെ കിട്ടുമെന്നാണ് അവർ അപ്പോൾ നമ്മളൊരു ട്രെയിനിങ് അല്ലല്ലോ ചെയ്യുന്നത്, വിൽ പുട്ട് ദം ഇൻ ടു എ റിയൽ പ്രൊജക്ട്. അപ്പോൾ നമ്മൾ അവരെ പിടിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യണം. നമ്മൾ ട്രെയിനിങ് ഒന്നും തരില്ല, ക്ലാസ് റൂം സെഷൻസ് ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. മേ ബി ദർ ഇസ് സം 1 hour 2 hour സെഷൻസ്, പിന്നെ യു വിൽ ബി പാർട്ട് ഓഫ് എ പ്രോജക്റ്റ്. അതേസമയം നേരിട്ട് ലിങ്ക്ഡിൻ വഴിയൊക്കെ നമ്മളെ അപ്രോച്ച് ചെയ്തിട്ട് ഐ വാണ്ട് ടു ഡു എൻ ഇന്റേൺഷിപ്പ്, ഞാനിങ്ങനെ എംബഡഡ് ഇതിൽ വർക്ക് ചെയ്യുന്ന, മീൻസ് എംടെക് എംബഡഡ് ചെയ്യുന്ന ആളാണ്, എനിക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോൾ പല കമ്പനി, ഇപ്പം നമ്മൾ തന്നെ ആൾക്ക് പറ്റിയ ഒരു നല്ല ഒരു R&D പ്രൊജക്ട് വി ആർ തിങ്കിങ് അബൌട്ട് ഇറ്റ്. നമ്മുടെ ഒരു ഫ്യൂച്ചറിന് ആവശ്യമായ ഒരു പ്രൊജക്ട് ആൾക്ക് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിനെ നന്നായി പാക്കേജ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വി ആർ വർക്കിംഗ് ഓൺ ദാറ്റ്. അപ്പൊ കമ്പനികൾ പലപ്പോഴും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ്, അല്ലാതെ ആൾക്കാരെ അങ്ങനെ എല്ലാവരും ഒഴിവാക്കുന്ന കാര്യമല്ല. എങ്ങനെ അവരെ എൻകറേജ് ചെയ്യാമെന്ന് ഒരുപാട് കമ്പനികളുണ്ട്. പക്ഷെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ള ഒരു ഫൈനൽ ഇയർ ഒക്കെ ആകുമ്പോൾ നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ ദർ ഈസ് എ ചാൻസ് ഓഫ് ഗെറ്റിംഗ് എഫേർട്ട്. കുറച്ച് എഫേർട്ട് ഇട്ടാൽ അതിന് തയ്യാറായ റിയൽ കമ്പനികൾ ഉണ്ടാവും. അതുകൊണ്ട് എവിടെയെങ്കിലും പോയിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിൽ അർത്ഥം ഉണ്ടാവില്ല. മേക്ക് ഷുവർ ഇറ്റ്സ് എ ഗുഡ് കമ്പനി, റിയൽ വേൾഡ് പ്രൊജക്ട് എന്നൊക്കെയാണെന്ന് ഉറപ്പ് വരുത്തി ഡെഫിനറ്റ്ലി അത് കരിയറിന് നന്നായിട്ട് നിങ്ങൾക്ക് പലപ്പോഴും ആ കമ്പനിയിൽ തന്നെ ജോലി കിട്ടാനും അല്ലെങ്കിൽ സ്വന്തമായിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, എൻ്റെ നട്ട്ഷെൽ നമുക്ക് ഈ വിഷയം ക്ലോസ് ചെയ്യുമ്പോൾ നമുക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒന്ന്, അക്കാഡമിക്സിലും ലാബിലും ഫണ്ടമെൻ്റൽ നോളജ് കരസ്ഥമാക്കുന്നതിലും ഡെഫിനറ്റ്ലി ഫോക്കസ് ചെയ്യണം. അത് വേണ്ടതാണ്, സ്കിൽസ്. പക്ഷേ അതോടുകൂടി തന്നെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള നമ്മുടെ ഒരു കഴിവ് കണ്ടെത്തുകയും ആ കഴിവ് എങ്ങനെ നമ്മുടെ കരിയറിലേക്ക് മാപ്പ് ചെയ്യണം എന്ന ഒരു തോട്ട് പ്രോസസ്സോട് കൂടി സ്പെസിഫിക് ആയിട്ടുള്ള അതിന് ആവശ്യമുള്ള സ്കിൽസ് കരസ്ഥമാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ പറയുക, കോളേജിലുള്ള അവസരങ്ങൾ, ക്ലബ്ബ്, അസോസിയേഷൻസ്, അല്ലാത്ത ആക്ടിവിറ്റികളിലൊക്കെ ഇൻവോൾവ് ചെയ്യുക, സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക, ഇൻറ്റേൺഷിപ്പിൻ്റെ കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഡെഫിനറ്റ്ലി ദർ ഇസ് എ ഗ്രേറ്റ് കരിയർ ഹെഡ്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റ് നിർത്തണം. താങ്ക് യു.